ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ 217 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ദ ഇൻസിഡൻസ് ഓഫ് ഒക്യുപ്പേഷണൽ ഡിസീസ് ഇൻ ആൻ ഇൻഡസ്ട്രി ഈസ് സച്ച് ദാറ്റ് വർക്കേഴ്സ് ഹാവ് 20% chance of suffering from it. If 5 workers are chosen at random, find the probability if none of them are suffering from the disease. Second, exactly 2 of them suffering. Third, at least 3 of them are suffering. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻ ഇൻസിഡൻസ് ഓഫ് ഒക്യുപ്പേഷണൽ ഡിസീസ്, അതായത് ഒക്യുപ്പേഷൻ ഡിസീസിൽ ഡിസീസ് സഫർ ചെയ്യുന്ന ജോലിക്കാർ എത്രയാണ്? 20% എന്നാണ് പറഞ്ഞേക്കണം. 20% ചാൻസ് ഓഫ് സഫറിങ് എന്നാണ് പറഞ്ഞേക്കണം. 20% ചാൻസ് ഓഫ് സഫറിങ്. അപ്പോൾ ഈ ചാൻസ് എന്ന് പറയുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒക്കറൻസ് 20% ചാൻസ് എന്നൊക്കെ പറയുമ്പോഴൊക്കെ അതെന്താണ്? പ്രോബബിലിറ്റി വാല്യൂ ആണ് ആ തന്നേക്കണത്. ചാൻസ് ഓഫ് ഒക്കറിങ്, അതായത് നടക്കാൻ സാധ്യത ഉള്ളത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് പിയുടെ വാല്യൂ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പി ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 20%. പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമ്മളിതിനെ 20/100 എന്ന് കൊടുക്കും. പെർസെൻ്റ് എന്ന് പറഞ്ഞേക്കണമുണ്ട്. അപ്പോൾ 20/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? 0.2 അല്ലേ? 0.2 എന്ന് കിട്ടും ഈ വാല്യൂ. ഇനി അടുത്തത്, ഇഫ് 5 വർക്കേഴ്സ് ആർ ചൂസൺ അറ്റ് റാൻഡം. അപ്പോൾ 5 പേരെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 5 എന്നുള്ളത് എന്താണ്? എന്നാണ്, നമ്പർ ഓഫ് വർക്കേഴ്സ്, നമ്പർ ഓഫ് ട്രയൽസ്. എന്നിൻ്റെ വാല്യൂ ആണ് എത്രയാണ്? 5. ഇനി എക്സിൻ്റെ വാല്യൂ, അതായത് അടുത്ത എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്? ഇഫ് 5 വർക്കേഴ്സ് ആർ ചൂസൺ അറ്റ് റാൻഡം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി നൺ ഓഫ് ദം ആർ സഫറിങ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് കേസിൽ എക്സിൻ്റെ വാല്യൂ. അടുത്ത കേസ് നോക്കിക്കേ. എക്സാക്ട്ലി 2 ഓഫ് ദം ആർ സഫറിങ്. എക്സാക്ട്ലി 2 ഓഫ് ദം ആർ സഫറിങ് എന്ന് പറയുമ്പോൾ ഷുവറാണ്, എക്സാക്റ്റ് ആണ് അല്ലേ? അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇതാണ് സെക്കൻഡ് കേസിൻ്റെ ആൻസർ. ഇനി തേർഡ് കേസ് എന്താണ്? അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുക്കും. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ എത്ര വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്തോരം കണ്ടുപിടിക്കണം? 5 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ? 5 വർക്കേഴ്സാണുള്ളത് അല്ലേ? നമ്പർ ഓഫ് ട്രയൽസ് 5 ആണ് അല്ലേ? അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താലേ മൂന്നാമത്തെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? ഫോർമുല എന്തായിരുന്നു? നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഓഫ് എക്സ് എന്തായിരുന്നു? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫങ്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, എന്നിൻ്റെ വാല്യൂ ഉണ്ട്, പിയുടെ വാല്യൂ 0.2 ഉണ്ട്. പിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ക്യൂയുടെ വാല്യൂ 1 മൈനസ് പി ആണ്. ഇവിടെ നിന്ന് വരും 1 മൈനസ് 0.2 വരും. 1 മൈനസ് 0.2 എന്ന് പറയുമ്പോൾ എത്രയാണത്? 0.8 എന്ന് കിട്ടും. ഇനി ഫോർമുലാസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ലേ? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 5C0 ഇൻറ്റു, ഇനി പിയുടെ വാല്യൂ എത്രയായിരുന്നു? 0.2
2. പിയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു 20% ആണ്. 20% എന്ന് പറയുമ്പോൾ 20/100 ആണ്. 20/100 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇൻറ്റു 0.2 ഹോൾ റേസ് ടു പി റേസ് ടു എക്സ് ആണല്ലോ ഫോർമുലയിൽ, പി റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ 0.2 റേസ് ടു 0 ഇൻറ്റു ക്യൂ റേസ് ടു n മൈനസ് എക്സ് അല്ലേ, ഫോർമുലയിൽ ക്യൂ റേസ് ടു n മൈനസ് എക്സ്. അപ്പോൾ ക്യൂയുടെ വാല്യൂ എത്രയായിരുന്നു നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു 1 മൈനസ് പി, അതായത് 1 മൈനസ് 0.2 ഈക്വൽ ടു 0.8. ഇവിടെ 0.8 ഹോൾ റേസ് ടു n മൈനസ് എക്സ് എന്നാണ് വരുന്നത് അല്ലേ. എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു ഇവിടെ 5 ആയിരുന്നു. അപ്പോൾ 5 മൈനസ് 0, 5 മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് 5 തന്നെയാണ്. ഇനി NC0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു 1 ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 1 ആയി പോകും. ഇനി പി റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 1 ആണ്. അപ്പോൾ ഇവിടെ 0.2 റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 1 ആയി പോകും. ഇനി ഇൻറ്റു 0.8 റേസ് ടു 5 മൈനസ് 0 എന്ന് പറയുമ്പോൾ 0.8 റേസ് ടു 5 ആകും അല്ലേ. അപ്പോൾ 0.8നെ നിങ്ങൾ 5 കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 0.8 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 8 അങ്ങനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.32 അങ്ങനെ വരും ആൻസർ. 0.8 റേസ് ടു 5 കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 0.32 അങ്ങനെ എന്തോ ആണ് വരുന്ന വാല്യൂ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസർ 3277 ആണ്. ചില കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ 3276 കിട്ടുന്നുണ്ട്, 75 കിട്ടുന്നുണ്ട്. എന്തായാലും 0.32 വന്നു കഴിഞ്ഞാൽ ആൻസർ ശരിയാണ്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് കേസിൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് കേസ്. സെക്കൻഡ് എന്തായിരുന്നു? എക്സാക്ട്ലി 2 ഓഫ് ദം ആർ സഫറിങ്. അതായിരുന്നു പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ഓഫ് ദം ആർ സഫറിങ് എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ 5C2 ഇൻറ്റു 0.2 റേസ് ടു 2 അല്ലേ, 0.2 റേസ് ടു 2 ഇൻറ്റു അടുത്ത എന്തായിരുന്നു ക്യൂ റേസ് ടു 1 മൈനസ് എക്സ്. ക്യൂയുടെ വാല്യൂ എല്ലാത്തിനും സെയിം തന്നെ 0.8. 1 മൈനസ് പി എന്ന് പറയുമ്പോൾ 0.8 ആണ്. അപ്പോൾ 0.8 റേസ് ടു n മൈനസ് എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 5 മൈനസ് 2 ആണ്, അത് 3 ആവും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞതാണ് n മൈനസ് എക്സ്, അതായത് 5 മൈനസ് 2, അപ്പോൾ അത് 3 ആകും. ഇനി 5C2 എന്ന് പറയുമ്പോൾ എന്താണ് 5 ഫാക്ടോറിയൽ ബൈ നമ്മൾ നേരത്തെ ചെയ്തതാണ്. 5C2 ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. 5C2 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇനി ഇവിടെ ഈ ഫാക്ടോറിയൽ ഓപ്പൺ ചെയ്യണം എന്താണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 വരെ നമ്മൾ ചെയ്യും. ഇവിടെ നമ്മൾ 3 വരെ ചെയ്താൽ മതി. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ. കാര്യം ബാക്കി ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 2ഉം 4ഉം കൂടെ വെട്ടിക്കഴിയുമ്പോൾ ഇവിടെ 2 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. ഇവിടുത്തെ വാല്യൂ 10 ആകും. 10 ഇൻറ്റു 0.2 റേസ് ടു 2 എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു 0.2 വരും. 0.2 ഇൻറ്റു 0.2 എന്ന് പറയുമ്പോൾ 0.04 കിട്ടും. ഇൻറ്റു അടുത്ത 0.8 ഇൻറ്റു 0.8 ഇൻറ്റു 0.8. ആ 8നെ 3 പ്രാവശ്യം 0.8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 ഇൻറ്റു 8 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്രയാണ് 512 കിട്ടും. 8 8s are 64. 64 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 512 കിട്ടും. ഇത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ 3 പോയിൻ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ 0.512 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ടെക്സ്റ്റിൽ കിടക്കുന്ന ആൻസർ 0.2048 ആണ്. ഇനി അടുത്ത തേർഡ് കേസ്. തേർഡ് കേസിൽ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രോബബിലിറ്റി വാല്യൂ
എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്റ്റ് ആകുമ്പോൾ ലെസ് ദാൻ ആണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, മറ്റേതെന്ന് പറയുമ്പോൾ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആണ്. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും വരെ നമ്മൾ ചെയ്യണം. അതായത് ഇപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 പ്ലസ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് എക്സ് ഈക്വൽ ടു 5 ഇത് മൂന്നും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഫസ്റ്റ് കേസ് എക്സ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 5c എൻ സി എക്സ് എന്ന് പറയുമ്പോൾ ഫോർമുല അനുസരിച്ച് എൻ സി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ് നമ്മളുടെ പ്രോബിലിറ്റി ഫംഗ്ഷൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ എൻ സി എക്സിൻ്റെ സ്ഥലത്ത് 3 വരും ഇൻറ്റു പിയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടിയായിരുന്നു 20% 0.2. അപ്പോൾ ഇവിടെ എന്തെന്ന് വരും 0.2 റേസ് ടു എക്സ്. എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു ഇവിടെ ഈ കേസിൽ 3 ആയിരുന്നു അല്ലേ, ആദ്യത്തെ കേസ് 3 ആണ്. അപ്പോൾ 0.2 റേസ് ടു 3 ഇൻറ്റു അടുത്തത് എന്തായിരുന്നു ക്യൂ റേസ് ടു 1 മൈനസ് എക്സ്. ക്യൂയുടെ വാല്യൂ 1 മൈനസ് പി ആണ്, അതായത് 1 മൈനസ് 0.2. അപ്പോൾ നമുക്ക് 0.8 കിട്ടി. ഇവിടെ 0.8 റേസ് ടു 5 മൈനസ് 3. ഇനി പ്ലസ് അടുത്ത സെക്കൻഡ് വാല്യൂ എന്തായിരുന്നു പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇവിടെ 5c4 എഴുതും. 5c4 ഇൻറ്റു 0.2 റേസ് ടു 4 പിയുടെ വാല്യൂ ആണ് കേട്ടോ, പി റേസ് ടു എക്സ് അതാണ് 0.2 റേസ് ടു 4 ഇൻറ്റു 0.8 ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ ക്യൂയുടെ വാല്യൂ 0.8 ആണ്. അപ്പോൾ 0.8 റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 5 മൈനസ് 4 വരും. പ്ലസ് ഇനി അടുത്ത മൂന്നാമത്തെ എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ ഇവിടെ 5c5 ഇൻറ്റു പിയുടെ വാല്യൂ 0.2 റേസ് ടു എക്സ്, എക്സിൻ്റെ വാല്യൂ 5 തന്നെ ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ക്യൂയുടെ വാല്യൂ 0.8 റേസ് ടു 5 മൈനസ് 5 എന്ന് വരും. ഇനി ഇത് മൂന്നും കണ്ടുപിടിച്ചിട്ട് 3 ആൻസേഴ്സും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തത് 5c3 ആണ്. 5c3 എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ വരും 5c3 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് വരും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇനി ഫാക്ടോറിയൽ ഓപ്പൺ ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാണ്. നമുക്ക് താഴത്ത് 3 ഫാക്ടോറിയൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 വരെ ചെയ്താൽ മതി ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇത്രയും ഭാഗം ക്യാൻസലായി പോകും. പിന്നെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 5 2s are 10 എന്ന് കിട്ടും. അപ്പോൾ 5c3യുടെ വാല്യൂ 10 എന്ന് കിട്ടി. ഇനി അടുത്ത 5c4 അടുത്ത കേസിലാണ് കേട്ടോ. 5c4 എന്ന് പറയുമ്പോൾ